എല്ലാവരുടെയും നല്ലൊരു സിനിമ അല്ല മനസ്സിലായി പൊന്മാൻ ആണെന്ന് വിശ്വസിക്കുന്നു. ഇരിക്കുന്നത് ഉറപ്പായിട്ടും നമ്മൾ സന്തോഷിക്കുന്നു, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് സിനിമ ചെയ്തതിൽ ഭയങ്കര അഭിമാനമുണ്ട്. നോ റിഗ്രറ്റ്സ്. ഭയങ്കര നല്ല സിനിമയായിരിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബാക്കി തിയേറ്ററിൽ ആദ്യത്തെ ഷോ കഴിയാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, അതിലൊരു സംശയമില്ല. നല്ല സിനിമയായിരിക്കും. അതെ, ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകളിലൊക്കെ വിജയിക്കുന്ന കാലഘട്ടത്തിൽ പോകുമ്പോൾ ഇതിൽ കോമഡി ഉണ്ട്, ഒരു ഫാമിലിക്ക് പറ്റുന്ന എല്ലാ ചേരുവയും ചേർത്ത് എന്നാണ് ഞാൻ ശരത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറയുന്നത്. അങ്ങനെ എല്ലാ ചേരുവയും ഉണ്ടല്ലേ? കോമഡി അങ്ങനെ വലിയ കോമഡി സിനിമ എന്നുള്ള രീതിയിലല്ല, പക്ഷേ ഫാമിലി ഡ്രാമയാണ്. ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളുണ്ട്, നമുക്ക് കണ്ണു നിറയും. പക്ഷേ സിനിമ തീരുന്നത് നമുക്ക് ഒരു പവർ ഫീൽ ചെയ്യും. സിനിമയുടെ അതിലൊരു ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഗ്രാഫും അവസാനമൊക്കെ ഇറങ്ങുമ്പോഴേക്കും നമ്മളെന്തോ വിജയിച്ച പോലത്തെ ഒരു ഫീൽ കിട്ടാൻ സാധ്യതയുണ്ട് ഓഡിയൻസിന്. നമ്മളെപ്പോലുള്ള ഒരാൾ എന്തോ അടിച്ച് ജയിച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു മൊത്തത്തിൽ ഇറങ്ങുന്ന പ്രേക്ഷകന് ഞാൻ തന്നെ ആയിരിക്കും എന്നൊരു ചിന്താഗതി വരും അല്ലേ? അത് വരും. ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു ഫൈറ്റാണ് സിനിമ. അപ്പോൾ അതിലേക്ക് പല ക്യാരക്ടേഴ്സ് വന്ന് കയറുന്നു. അവരുടെയൊക്കെ ഫൈറ്റിലും ഇവരുടെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺഫ്ലിക്റ്റുകളാണ്, പൊന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പൊൻ മാൻ എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ പൊന്നാണ് ഇവരെല്ലാവരെയും കണക്ട് ചെയ്യുന്നത്. ലിജോ മോളുടെ ക്യാരക്ടറിനാണെങ്കിലും, സജിൻ്റെ മരിയാനോ എന്ന് പറയുന്ന ക്യാരക്ടറാണെങ്കിലും, എൻ്റെ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിനാണെങ്കിലും, ആനന്ദിൻ്റെ ബ്രൂണോ ആണെങ്കിലും, ഇവരുടെ അമ്മ ക്യാരക്ടേഴ്സ് ചെയ്ത ലൂസിയ അമ്മ, അവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരെയും ഈ സിനിമയിൽ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ തീം എന്ന് പറയുന്നത് പൊന്നാണ്. ചെറിയ ക്യാരക്ടേഴ്സ് മുതൽ ഒരു സീനിൽ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ എല്ലാത്തിനും ഭയങ്കര ഡെപ്തും എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര ലെയേഴ്സും, നമ്മളൊക്കെ എവിടേക്കോ കണ്ടിട്ടുള്ള, നമ്മുടെ ജീവിതത്തിലൊക്കെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സ്ത്രീധനമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ പൊന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു പൊന്ന് പ്രശ്നക്കാരനാവുന്ന പോയിന്റുകളുണ്ടല്ലോ. പൊന്ന് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അത് ഗോൾഡാണ്, അതങ്ങനെ വരെ. പക്ഷെ അല്ലാതെ പൊന്ന് പ്രശ്നമാവുന്ന ഏരിയകളും ഉണ്ടല്ലോ. അതൊക്കെയാണ് ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒടുക്കത്തെ വിലയോ ഇപ്പോൾ 60,000 രൂപ ഉണ്ടായിരുന്നു. അതെ, ഒടുക്കത്തെ വിലയാണ്. ആ പൊന്നിൻ്റെ വില പോലെ ഈ സിനിമ വിജയിക്കട്ടെ ഉറപ്പായിട്ടും അല്ലേ? അതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. ഈ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ വന്ന് ലോക്കൽ രീതിയാണ്, ലോക്കൽ സംസാരങ്ങളുണ്ട്. അതാണോ ടീച്ചറിലും ട്രെയിലറിലും പറഞ്ഞു വെച്ചേക്കണം തുടക്കത്തിൽ? ഏതാണ് ഉദ്ദേശിച്ചത്? അതൊന്നും എടുത്ത് പറയുമായിരുന്നെങ്കിൽ എനിക്ക് പറയായിരുന്നെങ്കിൽ അത് ഇക്കയുടെ വായിന്നത് കേൾക്കാന്നുള്ളത് ഞങ്ങൾക്കൊരു ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കാം. അതൊന്നും പറ, നിങ്ങളല്ലേ ഓഫീസർ, നിങ്ങൾ പറ. ഞാനത് സിനിമയിലേ പറയുള്ളൂ, ആ ക്യാരക്ടറാണ് പറയുന്നത്, ഞാനല്ലല്ലോ. അച്ഛ അത് പറ്റില്ല. എനിക്കത് എനിക്ക് ഡയറക്ടർ വേണം, ക്യാമറമാൻ വേണം, റൈറ്റേഴ്സ് അവിടെ ഡയലോഗ്സ് വേണം. അത് പറയാൻ വേണമെങ്കിൽ അധ്വാനിക്കുന്നവന് എന്തിനാടാ സ്ത്രീധനം? അവന് അധ്വാനിച്ച് കുടുംബം പറ്റണം. ഇല്ല, അത് സിനിമയെ മാത്രമേ പറയൂ. പിന്നെ അതാണ് നേരത്തെ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന ലോക്കൽ എല്ലാം ഉണ്ട്. ഒരു കുടുംബം എല്ലാം ഉള്ള പശ്ചാത്തലത്തിൽ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ടോക്കാണ് വന്നേക്കുന്നത് അല്ലേ? ആ രീതിക്കാണ് ഇട്ടിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള അവർ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ അവരുടെ ഉള്ളിലുള്ള വൾണറബിലിറ്റീസ് ഒക്കെ പുറത്തോട്ട് വരുമല്ലോ. അവർ അന്നേരം ഭയങ്കര ഷുഗർ കോട്ട് ചെയ്തൊന്നും സംസാരിക്കില്ലല്ലോ ചിലപ്പോൾ. അപ്പോൾ ആ വാശിയുടെയും പറയുന്ന രണ്ടുപേര് തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റ് മുറുകി നിൽക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് പലതും പുറത്തേക്ക് വരുമല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സീനിലും അങ്ങനെ ഭയങ്കര റിയലാണ്. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് ഒക്കെ സിനിമയിൽ ധാരാളം ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അതെ അല്ലേ? സിനിമ കാണുമ്പോഴാണ് ഇനി പല സ്ഥലങ്ങളിലുള്ളതൊക്കെ ഇനി നമ്മള് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണം എല്ലാ സ്ഥലത്തും. അങ്ങനെ പറയണമെന്നില്ല. എന്തിനാ പറയുന്നത്? നല്ലതൊക്കെ പോയി പറഞ്ഞോ, വൃത്തികെട്ടതൊക്കെ പോയി പറയണമെന്നില്ല. അത് സിനിമയെ മാത്രം കണ്ടാൽ മതി. സിനിമയായിട്ട് തന്നെ പോയി. അത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.